വി.എസിന്റെ സർക്കാരിന് തുടർച്ചയില്ലാതെ പോയത് പാർട്ടിയുള്ളവർ തന്നെ ചതിച്ചതുകൊണ്ടാണെന്ന് വിമർശിച്ച് മുൻ മന്ത്രി ജി സുധാകരന്റെ കവിത. 2011 വി.എസ് സർക്കാരിന് തുടർഭരണം ലഭിക്കാതെ പോയത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ചൂതുകളി നിമിത്തമാണെന്നും കവിതയിലൂടെ ജി സുധാകരൻ പറഞ്ഞുവെക്കുന്നു. ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവിതയിലാണ് ജി സുധാകരന്റെ ഒളിയമ്പ്. വി.എസിനെ പരോക്ഷമായി പ്രകീർത്തിക്കുന്ന കവിതയിലെ 11ാം ഖണ്ഡികയിലാണ് പരാമർശമുള്ളത്. കരളുറപ്പോടെ പോരാടിയ ജനസഭ അതിങ്കൽ മുഖ്യനായി വാണകാലം വീണ്ടും വരുവാനായി കൊതിച്ചുവാണെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുൻമേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ എന്നാണ് കവിതയിൽ പരാമർശിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ ജനനവും വളർച്ചയും പോരാട്ടവുമൊക്കെ പരാമർശിക്കുന്ന കവിതയുടെ തുടക്കത്തിലെ നിലവിലെ നേതൃത്വത്തെയും വിമർശിക്കുന്നുണ്ട്. സർവപ്രതീക്ഷയെ അർപ്പിച്ചുടൻ നമ്മുടെ സർവ്വസൈനാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ അണികളെ ചിന്നിച്ചിതറി നശിക്കുകയില്ലേ എന്നാണ് സുധാകരന്റെ ഒളിയമ്പ്. വി.എസ് പിണറായി പോര് പാരമ്യതയിലെത്തി നിൽക്കുന്ന സമയത്ത് വി.എസിന്റെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാർ അധികാരത്തിലെത്താതിരിക്കാനായി പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചു എന്നും അന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിനെ അടിവരയിടുന്ന തരത്തിലാണ് സുധാകരന്റെ കവിത. അതേസമയം വി.എസ് സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിക്കുമ്പോഴും പിണറായി സർക്കാരിന്റെ നയങ്ങളോട് അങ്ങനെയല്ല സുധാകരന്റെ സമീപനം. സർക്കാരിന്റെ നവകേരളം സംരംഭങ്ങളെയും കവിതയിൽ വിമർശിക്കുന്നുണ്ട്.